എന്താണ് നൂറയ്ക്ക് പറയാനുള്ള ക്യാപ്റ്റനെ പറ്റി? വളരെ മോശമായിരുന്നു ലാലേട്ട. അതിപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇവിടുത്തെ ഒരു ക്യാപ്റ്റനെ ഇതുവരേക്കും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് നൂറ ക്യാപ്റ്റൻ ആയിട്ടില്ലേന്ന് ഇതുവരെ. ഇല്ല ലാലേട്ട. ആഗ്രഹമുണ്ടോ? ഉണ്ട്. എനിക്ക് ക്യാപ്റ്റൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ ആ സമയത്തിരുന്ന് ആലോചിച്ചിരുന്നോ? ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. ആലോചിക്കാം ലാലേട്ട, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ലാലേട്ട എന്ന് പറയുന്നത്. ഇനി ക്യാപ്റ്റൻ ആകാൻ ഒരു ചാൻസ് ഉണ്ടോ? ഇവരൊക്കെ സമ്മതിച്ചാൽ ആകാൻ പറ്റും ലാലേട്ട എന്ന് നൂറ. ആഗ്രഹമുണ്ടോ ആവാനെന്ന് പറയുമ്പോൾ നൂറ പറയുന്ന ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. ക്യാപ്റ്റൻ വൻ പരാജയമായിരുന്നില്ലേ? അവർക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നില്ലേ? അതേ ലാലേട്ട, അവർക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഫുഡിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ഡിലേ ആയി. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് ഇതുവരേക്കും അങ്ങനെയൊന്നും വന്നതല്ലായിരുന്നു. ഈ ആഴ്ചയാണ് എനിക്ക് വയറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നത്. ഛർദ്ദിക്കാൻ വരിക. ഞാൻ ഡോക്ടറെ കാണാൻ കൺഫെഷൻ റൂമിൽ തന്നെയായിരുന്നു, ഫുഡ് ഡിലേ ആയതുകൊണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തോന്നിയാണെങ്കിൽ ഇവർ ഫുഡ് അവിടുന്ന് കട്ടെടുത്ത് കഴിക്കും. നമുക്കൊന്നുമില്ലെന്ന് നൂറ പറയുന്നത്. ലാലേട്ടൻ പറയുന്നത് നമ്മൾ കണ്ട് ആരോ പാലൊക്കെ കുടിക്കുന്ന കണ്ട്, നൂറയും അനുമോളൊക്കെ. ഉടനെ നൂറ ഞങ്ങൾ പാലെടുത്ത് കുടിച്ച്. അപ്പോൾ ലാലേട്ടൻ സോറി ഞാൻ അറിയാതെ കണ്ടുപോയെന്ന് ചിരിച്ചുകൊണ്ട്. അപ്പം അനുമോളൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. നൂറ പറയുന്നത് ഞങ്ങളെടുത്ത് കുടിക്കും ലാലേട്ട, പക്ഷേ ഞങ്ങളത് പറയും. ഇവർ പക്ഷേ പറയാതാണ് ചെയ്യുന്നത്. അടുത്തത് ലാലേട്ടൻ ചെയ്യുന്ന അനുമോളോടാണ്. അനുമോള് പറയുന്നത് വൻ ശോകമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ശോകവുമായിരുന്നു, പരാജയം, ശോകം. ഒരാൾ പോലും നല്ലത് പറയുന്നില്ലല്ലോ. ലാലേട്ടൻ പറയുന്നത് അക്ബർ ആദ്യമായിട്ടായിരുന്നു ക്യാപ്റ്റനായിരുന്നു. അതെ. അപ്പോൾ അനുമോള് പറയുന്നത് അക്ബർ ഒറ്റയ്ക്ക് നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായിരുന്നേനെന്ന് പറയുന്നു. 3 പേരായപ്പോഴത്തേക്ക് അവരുടെ തലയ്ക്ക് ഇതായിപ്പോയെന്ന് അനുമോള് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ശരി, കൂട്ടത്തിൽ ആരെങ്കിലും നല്ലതുണ്ടോ? ആരെങ്കിലും ഒരാൾ? അപ്പോൾ അനുമോള് പറയുന്നത് കൂട്ടത്തിൽ കുറച്ചെങ്കിലും നല്ലതായിട്ട് നിന്നത് ആര്യനായിരുന്നു. പക്ഷേ അതും അവൻ്റെ അഭിനയമാണെന്നാണ് തോന്നുന്നത്. കാരണം അവൻ അവിടെ ഒരെണ്ണം പറയും, ഇവിടെ ഒരെണ്ണം പറയുമെന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ അവിടെ ഇരുന്നിട്ട് പറയുന്നത് അങ്ങനൊന്നുമല്ല, അതേ നിങ്ങൾ വിസിൽ കഴുകാൻ വേണ്ടി ഞാൻ എടുത്ത എഫേർട്ടായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ഇനി ആദിലയും കൂടെ ഒന്ന് പറഞ്ഞാൽ ഇനി ആദിലയിലേ ഉള്ളൂ, ആദിലയായിട്ട് മാറണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആദില എഴുന്നേറ്റ് പറയുന്നത് ക്യാപ്റ്റന്മാർ 3 പാഴ്മരങ്ങളായിരുന്നെന്ന്. ഇങ്ങനെ പറയുന്നു. കാരണം അവർ വീട് മുന്നോട്ട് കൊണ്ടുപോകാനല്ല നോക്കിയത്, അവർ അതിന് പകരമായിട്ട് ഒരു സ്വേച്ഛാധിപതി സ്റ്റൈലായിരുന്നു. ആരായിരുന്നു ഏറ്റവും കൂടുതൽ ട്രബിൾ കൊടുത്തുകൊണ്ടിരുന്നത്? ട്രബിൾ കുറവ് ആര്യനായിരുന്നു. കുറച്ചല്ല, കൂടുതലും നെവിനും അക്ബറും ആയിരുന്നെന്ന് പറയുന്നു. ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ലല്ലോ. അക്ബറിന് ഞാൻ തന്നൊരു ക്യാപ്റ്റൻസി ആയിരുന്നു, എന്നിട്ട് അക്ബർ ഇങ്ങനെ ആയല്ലോ. അക്ബർ എന്താണ് പറയാനുള്ളത്? അത് നന്നാക്കാമായിരുന്നോ അതോ നന്നായില്ലയോ, അതോ നിങ്ങൾ മനഃപൂർവ്വം അത് നശിപ്പിച്ചാണോ എന്ന് അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നു. ഞങ്ങൾ 3 പേരും 3 ഇൻഡിവിജ്വലാണ് ലാലേട്ട. പക്ഷേ നമ്മൾ ബിഗ് ബോസ് തന്നെ നമുക്ക് തന്നൊരു പണിയായിട്ടാണ് തോന്നുന്നു 3 പേരെയും കൂടെ പിടിച്ച് ക്യാപ്റ്റൻ ഇട്ടത്. 3 പേർക്കും 3 വ്യത്യസ്ത അഭിപ്രായമാണ്. ഞാനറിയാതെ അവനൊരെണ്ണം ചെയ്യും, അവനറിയാതെ ഞാനൊരെണ്ണം ചെയ്യും, അങ്ങനെയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഐക്യം കൊണ്ടുവരാൻ ഞങ്ങൾ കുറേ പാടുപെട്ടിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കിച്ചൺ ടീം എടുത്തതിന് ഒരു കാരണമുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ അനുമോൾക്ക് കുക്ക് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ നിവിന് കുക്ക് ചെയ്യാൻ അറിയാം. ഇതിന് മുന്നത്തെ ഒരു ക്യാപ്റ്റൻസിയിൽ അനുമോള് കിച്ചണിലായിരിക്കൽ, ഷാനവാസ് കിച്ചൺ ടീം ആയിരിക്കൽ, ഞാനിനി കുക്ക് ചെയ്യാൻ കയറത്തില്ലെന്ന് അനുമോള് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. വളരെ രസകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു എന്ന് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നു. ഇത് സാധിക്കുമായിരുന്നു ലാലേട്ട. ഒന്നാമത് ഇത് നമ്മൾ 3 പേരായി, പിന്നെ ഉള്ളത് ഈ ടിക്കറ്റ് ഫിനാലയുടെ ഒരു ഇതിലായി പോയി ഈ ക്യാപ്റ്റൻസി. ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷ് പറഞ്ഞില്ലേ മീറ്റിംഗ് വേണമെന്ന്, അനീഷ്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് പറഞ്ഞത് അതേ ലാലേട്ട, ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞ് നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാമെന്ന്. അതെന്താണ് അക്ബർ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനീഷ് വിളിച്ചിട്ട് നിങ്ങൾ മീറ്റിംഗ് കൂടാഞ്ഞത്? ഇത് ലാലേട്ട, ഇവർ നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്നതാണെങ്കിൽ ഇവർക്ക് നമ്മൾ ബാത്റൂം ക്ലീനിങ്ങും ഫ്ലോർ ക്ലീനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരതൊന്നും ചെയ്തിട്ടില്ല. ഇവർ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നൊക്കെ പറയുന്നത് നൂറ പറഞ്ഞ്, പിന്നെ അനുമോള് പറഞ്ഞെന്ന് അക്ബർ പറയുന്നു. നിങ്ങൾ വേറെ ആരും ഇതിൽ കയറാൻ പറഞ്ഞത് റോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നില്ലെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെന്ന്? അത് തോന്നി ലാലേട്ടാന്ന് അക്ബർ പറയുന്നത്. എന്താണ് അനുമോൾക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്? ലാലേട്ട, ബസ്സിന് കഴുകി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കഴുകി വെച്ചിട്ട് പോയിട്ട് പിന്നെ ഇവർ രാത്രിയിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം പോലും കഴുകാതെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അത് രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ അത് കഴുകത്തില്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല ലാലേട്ട, ഇത് പച്ചക്കള്ളമാണെന്ന് അക്ബർ പറയുന്നത്. അല്ല ലാലേട്ട, ഇത് ഞാനും ഷാനവാസിക്കയും എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് പോകുമ്പം ഇവിടെ രാവിലെ വരുമ്പം പാത്രം കിടക്കും, ഞങ്ങളത് കഴുകിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഷാനവാസിക്കയോട് ചോദിച്ചു നോക്ക്. പിന്നെ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം ഒരു ചെറിയൊരു പൊടി അത് കഴുകിത്തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കഴുകാൻ പറ്റത്തില്ലെന്ന് ഷാനവാസിക്ക പറഞ്ഞു. അപ്പോഴാണ് പ്രശ്നമായത്. ഷാനവാസിക്ക പോയ ടൈമിൽ ഞാൻ പറഞ്ഞ് ബെസൽ ടീമിൽ ആൾ കുറവാണ്, ഞാനൊരാളെ ഇട്ട് തരാമെന്ന്. എന്നാൽ പോലും അനുമോൾ അത് തയ്യാറല്ല കഴുകാനെന്ന് പറഞ്ഞു. അനുമോൾ പറഞ്ഞു അതെ ഞാൻ കഴുകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. തയ്യാറല്ല, എൻ്റെ ടീമിൽ ഒരാളാണ് ഇവിടുന്ന് പോയത്, അതുകൊണ്ട് ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു ഇതിൽ നിറയെ ആൾക്കാരിരുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടന്നു പോയല്ലോ എന്ന് ചോദിക്കുന്നു.
എന്താണ് ആര്യം കൈപ്പൊക്കിക്കൊണ്ടിരുന്നത് എന്താണെന്ന് ലാലേട്ടൻ ആര്യനോട് ചോദിക്കുന്നത്. ഞങ്ങളെ 3 പേരെ ഇവർക്ക് ആരും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല ലാലേട്ട. നെവിൻ അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, എനിക്ക് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, അക്ബറിന് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നെവിനും അനുമോൾക്കുമായിട്ട് പ്രശ്നമുണ്ട്, അക്ബറിനും ഷാനവാസിനും പ്രശ്നമുണ്ട്. അങ്ങനെ 3 പേർക്കും 3 വെറൈറ്റികളായിട്ട് ഡിഫറെൻറ്റ് ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇത് 3 പേരായത് കാരണം ആൾക്കാർ കൂടിപ്പോയി, അതാണ് പ്രശ്നം. ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെ 3 പേരാക്കിയത്. അപ്പോൾ ചുമ്മാ ആക്കുമോ? അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ.